ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേവു സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കൊരു സംശയമുണ്ട്. മറ്റേ ആ ഗുണ്ടയില്ലേ, സച്ചിയേട്ടൻ അന്ന് ഇടിച്ച ഒരു ഗുണ്ട നമ്മുടെ ഏരിയയിലുള്ള അയാൾ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിലോട്ട് എത്തിയത്. ഇനി അയാളെങ്ങാനും രേവതി ചേച്ചിയെ എനിക്കെന്തോ ഒരു സംശയം പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും, ദേവു പേടിക്കണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈച്ചയും കൂട്ടി നേരെ ആ ഗുണ്ടയുടെ അടുത്തോട്ട് പോകുവാണ്. അപ്പോൾ ഈച്ച ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ ഗുണ്ടയുടെ വീടൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ആ എനിക്കറിയാം, നീ വാ എന്ന് പറഞ്ഞിട്ട് ഈച്ചയായിട്ട് പോവുകയാണ് ആ ഗുണ്ടയുടെ വീട്ടിലോട്ട്. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും പുറത്തുള്ള ആൾക്കാർ, പുറത്തിങ്ങനെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, സച്ചി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും, എവിടെയാടാ വാസുദേവൻ ഈ ഗുണ്ട എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും, അദ്ദേഹം ഇവിടെ ഇല്ല, സാർ ഇവിടെ ഇല്ല, സാറ് പുറത്താണെന്ന് സച്ചിക്ക് അറിയില്ലേ, വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും, പിന്നെ കഴിഞ്ഞ ആഴ്ച അയാൾ നാട്ടിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു, എവിടെ എനിക്ക് അയാളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല സച്ചി അകത്തോട്ട് കയറ്റി വിടാൻ. പിന്നെ അവിടെ ഒരു ഇടിയാണ്, ഈച്ചയും സച്ചിയും ഗുണ്ടകളും തമ്മിലുള്ള, ഗുണ്ടകളുടെ ആൾക്കാരും തമ്മിലുള്ള ഇടിയാണ്. സച്ചി എന്നിട്ട് എല്ലാവരെയും ഇടിച്ചിട്ട് നേരെ മുറിയിലോട്ട്, ഓരോ മുറിയൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും, ഒരു മുറി തുറന്ന് നോക്കുമ്പോഴേക്കും സച്ചി പ്രതീക്ഷിച്ച് വന്ന ആള് രേവതി അവിടെ ഉണ്ടാവുന്നാണല്ലോ. പുറത്തുള്ള ആൾക്കാരെ പെരുമാറ്റം കണ്ടപ്പോൾ ഈച്ചയും പറഞ്ഞു, ഇയാളുടെ സംസാരം കേട്ടിട്ട് രേവതി ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്, സച്ചി നീ കയറി നോക്കെന്ന് പറയുവാണ്. പക്ഷേ സച്ചി ഡോറ് തുറന്ന് നോക്കിയപ്പോഴേക്കും കാണുന്നത് നമ്മുടെ ആ ഗുണ്ട, ഏരിയയിലെ ഗുണ്ട പരിക്ക് പറ്റിയിട്ട് കയ്യും കാലും അനക്കാൻ വയ്യാതെ കട്ടിലിൽ ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. സച്ചി ആ കാഴ്ച കൊണ്ട് ഇങ്ങനെ ഞെട്ടിപ്പോകുവാണേ. സച്ചിയെ കാണുന്നതും പലിശക്കാരൻ, നീ എന്താണ് ഇവിടെ, പോടാ പോടാ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും ഈച്ചയും വരുവേ പുറകിൽ ഓടിയിട്ട്. അപ്പോൾ ഈച്ച അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരോട്, സഹായികളോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ മൊത്തം പൊതിഞ്ഞു കെട്ടിയൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും, എല്ലാം ഈ സച്ചിയേട്ടൻ കാരണമാണ്. സച്ചി നമ്മുടെ നാട്ടിലെ പലിശക്ക് കൊടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ സാറ് വേറെ നാട്ടിൽ പോയി പലിശക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടിക്ക് പോകുമ്പോൾ ഒരു ലോറിക്കാരൻ വന്ന് ഒറ്റയിടിച്ചു എന്ന് പറയുവാണ്. അതിനുശേഷം സാറിന് 3 മാസത്തേക്ക് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു കിടപ്പാന്ന് പറയുവാണ്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, പലിശക്കാരൻ, സച്ചി എല്ലാം നീ കാരണോടാ എന്ന് പറഞ്ഞിങ്ങനെ ചീത്ത പറയുമ്പോഴേക്കും സഹായികളും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ആ സ്ഥലം മാറി പോകാൻ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്, നിങ്ങളിത് ഈ വിവരം ആരോടും പുറത്ത് പറയരുത്, കാരണം സാറ് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും പലിശക്കാശ് കറക്റ്റായിട്ട് തരില്ല, പ്ലീസ് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഈച്ച് പറയും, സച്ചി ഇങ്ങേരി ഈ കോലത്തിലൊന്നും രേവതി ഒന്നും ചെയ്യാനൊന്നും പോണില്ല, ഇവിടെ ഇല്ല അവൾ, വാ നമുക്ക് വേറെ അടുത്ത് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി പുറത്തോട്ട് ഇറങ്ങുവാണേ. എൻ്റെ രേവതി അവൾ എവിടെ പോയിടാന്ന് പറഞ്ഞ് സച്ചി വിഷമിക്കുമ്പോഴേക്കും ഈച്ച പറയും, നീ വിഷമിക്കാതെ സച്ചി, നമുക്ക് എല്ലായിടത്തും അന്വേഷിക്കാം, നീ വാ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഇറങ്ങുവാണ്. പിന്നെ കാണിക്കുന്നത് ആൻ്റണിയും ശരത്തിനെയാണ്. ആൻ്റണി ശരത്തിനോട് പറയുന്നത്, എന്തൊരു കഷ്ടമാടാ, വല്ല കാര്യം ഉണ്ടായിരുന്നോ, സച്ചിയെ പോലുള്ളൊരു കള്ളുകുടിയനൊക്കെ തെമ്മാടിക്കൊക്കെ നിൻ്റെ ചേച്ചിയെ കെട്ടിച്ചു കൊടുക്കാൻ, പാവം നമ്മുടെ രേവതി ചേച്ചി എന്നൊക്കെ ആൻ്റണി പറഞ്ഞ് ശരത്തിനെ വീണ്ടും വീണ്ടും മെരുകേറ്റുവാണ്. നീ ഒന്നുകൂടെ വീട്ടിൽ ദേവുവിനെ വിളിച്ചു നോക്കിയിട്ട് രേവതി ചേച്ചി വന്നു എന്ന് ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും ശരത്ത് വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുവാണ് ദേവുവെ. അപ്പോൾ ദേവു പെട്ടെന്ന് രേവതിയാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴേക്കും ശരത്താണ് കേട്ടോ. അപ്പോൾ ദേവുവിനോട് ശരത്ത് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി വന്നു? അപ്പോൾ പറയും, ഇല്ല ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരത്ത് പറയും, ഇതുവരെ എത്തിയില്ലേ? അപ്പോൾ ദേവു പറയുന്നുണ്ട്, ആ സച്ചിയേട്ടൻ ഇപ്പോൾ വിളിച്ചപ്പോൾ കൂടി അങ്ങനെയാണ് പറഞ്ഞത്, ഷോ ഞാൻ ഓർത്ത് ഇപ്പം എങ്ങാനും എത്തിക്കാണുമെന്ന്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, നീ ഇതെവിടെയാടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, ഞാനിവിടെ അടുത്തൊക്കെ രേവതി ചേച്ചിയെ പറ്റി അന്വേഷിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ദേവു പറയും, അതൊക്കെ സച്ചിയേട്ടൻ അന്വേഷിച്ചോളും, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ വീട്ടിലോട്ട് വിളിക്കുവാണേ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇപ്പോഴും രേവതി ചേച്ചി വീട്ടിലെത്തിയില്ലേ ശരത്തി, അപ്പോൾ സമയം ഇത്രയായല്ലോ, രേവതി ചേച്ചി ഇതെവിടെ പോയി? അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാനും രേവതി ചേച്ചി ഏതെങ്കിലും അമ്പലത്തിൽ പോയിരിക്കുവാണെന്നാണ് ഓർത്തത്, പക്ഷേ ഇത്രയും നേരമായിട്ടും എത്താത്തതുകൊണ്ട് എനിക്കും എന്തോ ടെൻഷൻ പോലെ എന്നൊക്കെ ശരത്ത് പറയുവാണ് ആൻ്റണിയോട്. ഇനി എത്രയും നേരം നീ ഇങ്ങനെ നോക്കി നിൽക്കൂടാ, നീ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പറയുവാണേ. അപ്പോൾ ശരത്ത് പറയും, കംപ്ലയിൻറ്റോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, രേവതി ചേച്ചി വരും എന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇല്ലടാ, ചിലപ്പോൾ ഇതിൻ്റെ പുറകെയുള്ള സച്ചിയാണെങ്കിലോ, നീ ഇപ്പം തന്നെ സച്ചിയുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് പോയി കൊടുക്കണം, ചേച്ചിയെ കാണാനില്ല, ഈ സച്ചിയാണ് കാരണം എന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോഴേക്കും ശരത്ത് ആദ്യം, അയ്യോ അതൊന്നും ശരിയാവില്ലടാ, സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, നിനക്കറിയാലോ സച്ചിയുടെ സ്വഭാവം, ദേഷ്യം വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് അവന് തന്നെ അറിയത്തില്ല. ഇപ്പം നീ വാർത്തകളൊക്കെ കാണുന്നല്ലേ, എന്തോരം വാർത്തകളാണ്, ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ചൊക്കെ കൊന്ന് ഓരോരുത്തും കൊണ്ട് ഇടുന്നത്. അതുപോലെ തന്നെ സച്ചിയും എന്തെങ്കിലുമൊക്കെ രേവതി ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്നിട്ട് ഈ കാണിക്കുന്നതൊക്കെ ഒരു അഭിനയമാണ്
അങ്ങനെയാണെങ്കിലോ നീ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം, പോലീസുകാർ അന്വേഷിക്കട്ടെ. ഏതായാലും ഇപ്പം അധിക നേരം ആയിട്ടില്ലല്ലോ, രേവതി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളും, നമ്മുടെ രേവതി ചേച്ചിയാടാ, നമുക്ക് രക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ഇരിക്കേറ്റി വിടുവാണെങ്കിൽ സത്യത്തിൽ ആൻ്റണിയുടെ മനസ്സിൽ സച്ചിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാനുള്ള ഐഡിയ ആണ്. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനെ എന്തായാലും പിടിച്ചുകൊണ്ടും പോകുമല്ലോ, ഭാര്യയെ കാണാനില്ലെന്നുള്ളൊരു പേരിൽ ഭർത്തൃപീഡനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ആൻ്റണിയുടെ മനസ്സിൽ. പക്ഷേ ശരത്ത് അക്കിണിയിൽ വീണിട്ടുണ്ട്. ശരത്ത് അപ്പം ഇങ്ങനെ ആലോചിക്കുവാണ്, എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നാണ് ശരത്തിൻ്റെയും മനസ്സിലിപ്പോൾ. ശരത്ത് പോകുമ്പോഴേക്കും ആൻ്റണിയുടെ കൂട്ടുകാരന്മാർ ചോദിക്കുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ എന്തിനാ ഈ വിഷയത്തിൽ ഇത്ര തലയിടുന്നത്, അവർ കാരണമല്ലേ ആൻ്റണി ചേട്ടൻ അത് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എടാ അവർ കാരണമാണ് ആ സ്റ്റേഷനിൽ കയറിയത്, രേവതി എവിടെ പോയി നിന്നും എനിക്കറിയില്ല, പക്ഷേ ആ പേരിൽ സച്ചിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ അതാ എനിക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രതികാരം, അവനെ പോലീസ് പിടിക്കണോടാ, അവൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ആൻ്റണി പറഞ്ഞിട്ട് കള്ളക്കിങ്ങനെ കുടിച്ചിരിക്കുവാണേ അവിടെ നിന്നിട്ട് ദേഷ്യത്തിൽ. സച്ചിയാണെങ്കിൽ രേവതി അന്വേഷിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, മതിയായി എല്ലായിടത്തും അന്വേഷിച്ചിട്ട്. അപ്പോൾ സച്ചി ഈച്ചയോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാടാ, എല്ലായിടത്തും അന്വേഷിച്ചു, ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ അവളെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ വിളിക്കുവാണെങ്കിൽ ഫോണിലോട്ട്. അപ്പോൾ സച്ചി പറയും, അച്ഛനാണല്ലോ, അച്ഛനോട് ഞാൻ എന്ത് പറയുന്നറിയുമ്പോൾ ഈച്ച പറയും, നീ ഫോൺ എടുക്കുക, ആദ്യം സംസാരിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി ഫോൺ എടുത്ത് സംസാരിക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും, എന്താടാ രേവതിയെ പറ്റി വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇല്ലച്ച, അവൾ പോവാറുള്ള എല്ലായിടത്തും പോയി, അവളുടെ 2 സുഹൃത്തുക്കളോട് ചോദിച്ചു, പൂക്കടകളിലൊക്കെ അന്വേഷിച്ചു, അവൾ അവിടെ ഒന്നും പോയിട്ടില്ല, എനിക്കറിയില്ല അച്ഛാ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ഞാനും അവളുടെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യും, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അച്ഛൻ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ സമയം ഇത്ര ആയില്ലേ, ഞാൻ അതാ പറഞ്ഞത്, അവരും കൂടി അന്വേഷിക്കട്ടെ, നീ അവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം, അവൾ പോകാറുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ അന്വേഷിച്ചു, പതിവായി വന്ന സമയം കഴിഞ്ഞിട്ടും കാണാനില്ല, അതങ്ങനെ പറഞ്ഞിട്ടൊരു പരാതി കൊടുക്ക്, അവരും കൂടി അന്വേഷിക്കട്ടെ, നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അച്ഛനിങ്ങനെ പറയുമ്പോൾ എൻ്റെ രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ, എനിക്ക് പേടിയാവുമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എടാ ഞാൻ സംഭവിച്ചു എന്നോർത്ത് പറഞ്ഞതല്ല, പക്ഷെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ, സമയം എത്ര ആയില്ലേ, നീ എന്തായാലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതാ നല്ലതെന്നൊക്കെ പറയുവാണ് ആ രവീന്ദ്രൻ സച്ചിയോട്. അപ്പോൾ സച്ചി ശരി അച്ഛാന്ന് പറഞ്ഞ് ഫോണും വെക്കുന്നുണ്ട്. അപ്പോൾ ഈച്ചയും പറയുന്നുണ്ട്, നമ്മൾ മാത്രം എവിടെയൊക്കെ പോയിരുന്ന് അന്വേഷിക്കും, എല്ലായിടത്തും അന്വേഷിച്ചില്ല, ഇനി പോലീസ് കാര്യം കൂടി അന്വേഷിക്കട്ടെ, എളുപ്പം കിട്ടും, വാ സച്ചി നമുക്ക് ഇപ്പം തന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സ്റ്റേഷനിൽ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ നമ്മുടെ ശരത്ത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. എപ്പോൾ തൊട്ടാ കാണാതായതെന്ന് ശരത്തിനോട് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, ഇന്ന് ഉച്ച തൊട്ടാണെന്ന് പറയുവേ. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, കാണാതായിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയും, അതല്ല സർ, ചേച്ചിയുടെ ഭർത്തൃ വീട്ടുകാർ കുറച്ച് മോശക്കാരാ, എപ്പോഴും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും, ഭർത്താവാണെങ്കിൽ കള്ള് കുടിച്ച് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ ഒരു പേടിയാവുന്നു, രാവിലെ അമ്മ വിളിച്ചപ്പോൾ വരെ ചേച്ചിയുടെ സൗണ്ട് ശരിയല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും ആവുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയുവാണ് ശരത്ത് പോലീസുകാരോട്. ഈ ടൈമിലാണ് നമ്മുടെ സച്ചിയും ഈച്ചയും കൂടി കയറി വരുന്നത് പോലീസ് സ്റ്റേഷനിലോട്ട്. സച്ചി സ്റ്റേഷൻ്റെ അകത്ത് കയറാതെ അങ്ങനെ നിൽക്കുവാണ്, നമുക്ക് 2-3 സ്ഥലത്തും കൂടി അന്വേഷിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ പോരെടാന്ന് ചോദിക്കുമ്പോൾ ഈച്ച പറയും, എടാ നമുക്ക് അന്വേഷിക്കാം, ആദ്യം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് സച്ചിയെ നിർബന്ധിച്ച് സ്റ്റേഷനിൻ്റെ ഉള്ളിലോട്ട് കയറ്റുവാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ശരത്ത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവനെന്താ ഇവിടെ എന്ന് പറയുവാണ്. ശരത്ത് സച്ചിയെ കാണുന്നതും എൻ്റെ രേവതി ചേച്ചിയെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, ഞാൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്നിരിക്കുക. അപ്പോൾ പറയും, ഈ ദേഷ്യം തന്നെയാണ് നിങ്ങളുടെ എല്ലാത്തിനും കാരണം, എവിടെയാണോ എൻ്റെ രേവതി ചേച്ചി എന്ന് ശരത്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി ദേഷ്യത്തിൽ ശരത്തിനെ ഇടിക്കാൻ പോകുവാണ്. അപ്പോഴേക്കും പോലീസുകാരൊക്കെ പറയും, ഡോ ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെയാണോ നിങ്ങളുടെ അടിപിടികളൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, സാർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അത് ഇയാളാന്ന് പറഞ്ഞ് കാണിക്കുവാണേ. പോലീസ് സച്ചിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ടേ, നീയാണോ ഇയാളുടെ ചേച്ചിയെ കെട്ടിരിക്കുന്ന ആളെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതാണ് എൻ്റെ ഭാര്യയുടെ അനിയൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്, എവിടെ അവൻ്റെ ചേച്ചി എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, സാർ രാവിലെ തൊട്ട് അവളെ കാണാനില്ല, എപ്പോഴും വരുന്ന ടൈം കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേയൊക്കെ അന്വേഷിച്ചു, പക്ഷെ ഇപ്പോഴും കിട്ടിയില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, തൻ്റെ മേലെ സംശയം എന്നാണല്ലോ ഇവൻ പറയുന്നത്, താൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നൊക്കെയാണല്ലോ പറയുന്നതെന്ന് പറയുവാണ്. അപ്പോഴേക്കും ഈച്ച പറയും, എന്തിനാണ് സച്ചിയുടെ മേലിൽ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന്
ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാതെ ഇന്ന് രാവിലെയും എൻ്റെ ചേച്ചിയുടെ സൗണ്ടൊന്നും ശരിയായിട്ടല്ലായിരുന്നു, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചേച്ചിയെ, മര്യാദയ്ക്ക് എവിടെയാണെന്ന് ചോദിച്ച് പറയൂ സാർ എന്ന് പറയുവാണ് ശരത്ത്. അപ്പോൾ സച്ചി പറയും, ഞാൻ എന്ത് ചെയ്യാനാടാ, ഞാൻ തന്നെ രേവതിയെ കാണാനില്ലെന്ന് പറഞ്ഞുള്ള ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, നിങ്ങൾ എന്തോ എൻ്റെ ചേച്ചിയെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ സാർ ചോദിച്ചു നോക്ക് സാർ, രാവിലെ തൊട്ട് ചേച്ചിയുടെ മൂഡ് തന്നെ ശരിയല്ല, സാറ് ചോദിക്കുക ഇയാൾ എന്തോ എൻ്റെ ചേച്ചി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ശരത്ത് വീണ്ടും വീണ്ടും പറയുവാണേ. ശരത്ത് പോലീസുകാരോട് പറയുവാണ്, ഈ സച്ചിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട്, സാർ അറസ്റ്റ് ഒന്നും ചെയ്യില്ലേ, എന്താടാ ഇത് നിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ സാർ, ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു സാധാരണ വഴക്കാണ്, എന്തെങ്കിലും ദേഷ്യം വന്ന് എവിടെയെങ്കിലും പോയോ എന്നാണ് ഞങ്ങളുടെ സംശയം എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശരത്ത് പറയും, ഇതിവരുടെ ഡ്രാമയാണ് സാർ, സത്യത്തെ മറയ്ക്കാനുള്ള ഡ്രാമ സാർ, ഇപ്പം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുക സാർ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ സച്ചി പറയും, സാർ ഇവന് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, എന്നെ എങ്ങനെയെങ്കിലും ജയിലിലടക്കണം, അതിനെന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, രേവതി എന്തെങ്കിലും ദേഷ്യം വന്ന് പോകാനേ സാധ്യതയുള്ളൂ സാർ, ഒന്ന് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, കാണാതായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നാലും ഞങ്ങൾക്ക് അന്വേഷണവും തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, സാർ ഒരുപാട് മണിക്കൂർ കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നതിന് നല്ലത് ഇപ്പോഴേ അന്വേഷിക്കുന്നതല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ പോലീസ് പറയും, അതാണ് ഞങ്ങളുടെ പ്രൊസീജിയർ, ഞങ്ങൾക്ക് അപ്പോഴേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സാർ ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യ് സാർ എന്ന് ശരത്ത് വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പോലീസുകാർ പറയും, നിങ്ങളുടെ കുടുംബ വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല പോലീസ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുക, 24 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളും അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർ പറഞ്ഞു വിടുവാണേ. പുറത്തിറങ്ങുമ്പോഴേക്കും ശരത്ത് വീണ്ടും ചോദിക്കുവാണ്, എൻ്റെ ചേച്ചി എവിടെയോ, താൻ എന്താ എൻ്റെ ചേച്ചിയെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ദേ വെറുതെ നീ എന്നോടുള്ള മനസ്സിലുള്ള ദേഷ്യം വെച്ച് പെരുമാറല്ലേ ശരത്ത് എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, പിന്നെ എനിക്ക് എൻ്റെ ചേച്ചിയോട് സ്നേഹം ഉണ്ടാവില്ലേ, ദേഷ്യമൊന്നുമല്ല, എനിക്ക് എൻ്റെ ചേച്ചി എവിടെയാണെന്ന് ഇപ്പം തന്നെ അറിയണമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് നീ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ല ചോദിക്കുന്നതെന്ന് എനിക്കറിയാം, അവളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ആൻ്റണിയുടെ കൂടെയൊന്നും കറങ്ങി നടക്കില്ലായിരുന്നു, ഇപ്പം പെട്ടെന്ന് എവിടെ നിന്ന് വന്നടാ സ്നേഹം എന്നൊക്കെ ചോദിക്കുവാണേ. മര്യാദക്ക് എൻ്റെ ചേച്ചിയെ തിരിച്ച് താടോന്ന് ശരത്ത് പ്രശ്നമുണ്ടാക്കുമ്പോഴേക്കും സച്ചി പറയും, ദേ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ എൻ്റെ പേരിൽ അടുത്ത കേസും കൂടി ഇപ്പോൾ മിക്കവാറും വരും, നിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പൊക്കോ, എന്നെ വെറുതെ ദേഷ്യം കേട്ടില്ല ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പ്രശ്നം ഉണ്ടാക്കുവാണേ. അപ്പോൾ ഈച്ച, നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ പോന്ന് പറഞ്ഞിട്ട് ഈച്ചയെ പറഞ്ഞു വിടുവാണേ. അപ്പോഴേക്കും ഈച്ചയല്ല, നമ്മുടെ ശരത്തിനെ പറഞ്ഞു വിടുവാണേ. അപ്പോഴേക്കും ശരത്ത് പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്, ഇനി എവിടെ പോയി അന്വേഷിക്കാനാടാ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോഴേക്കും ഈച്ച പറയും, ഇനിയും നമുക്ക് കുറച്ച് സ്ഥലം കൂടി പോയി അന്വേഷിക്കാൻ സച്ചി, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി പോകാൻ പോകുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.